ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ദി അനദർ സെഷൻ ഓഫ് ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസസ് എന്നുള്ളതാണ്. ഇൻഡിസസ് എന്നാൽ ഇൻഡെക്സിൻ്റെ പൂരലാണ് കേട്ടോ. എന്താണ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ, ഇൻഡെക്സ് എന്താ ജനറലി ടൂൾ വിച്ച് മെഷർ ചേഞ്ച് ഇല്ലേ, എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ചേഞ്ചസ് മെഷർ ചെയ്യാനുള്ള ഒരു ടൂളാണ് എന്ത് ഇൻഡെക്സ് എന്നുള്ളത്. നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. സോ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻഡെക്സ് അല്ലേ, നമ്മുടെ ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതാണ് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് നോക്കിയിട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ എക്കോണമി എങ്ങോട്ടാണ് പോകണമെന്നൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എക്കോണമി നമ്മളെ രാജ്യത്തിൻ്റെ എക്കോണമി എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ മനസ്സിലാക്കൽ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് നോക്കിയിട്ട്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കുറിച്ചിട്ട് ഡിസ്കഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ് നിഫ്റ്റി, സെൻസെക്സ്, അതുപോലെ തന്നെ ഇൻഡെക്സ് ഒക്കെ. അപ്പോൾ അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. സോ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്നുള്ളത്? ഓക്കെ, ഇവിടെ ഒരു സിമ്പിൾ മീനിങ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ, അല്ലെങ്കിലോ മെഷർ ഓഫ് സംതിങ് അല്ലെ, എന്തെങ്കിലും മെഷർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ ആണെന്ത് ഇൻഡെക്സ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പോകുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് തിരിയുമ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുക്കേണ്ടത് അല്ലേ, എങ്ങോട്ടാണ് പോകണത് എന്നുള്ളതിൻ്റെ ഇൻഡിക്കേറ്റർ ആണെന്ത് അല്ലേ. അപ്പോൾ നമ്മളെ എക്കോണമി എങ്ങോട്ടാണ് പോകുന്നുള്ളതിൻ്റെ ഇൻഡിക്കേറ്റർ ആണെന്ത് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്നുള്ളത്. ദെൻ ഇൻ ഫൈനാൻസ്, നമ്മളെ ഫൈനാൻസിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ടിപ്പിക്കലി റെഫേഴ്സ് ടു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ. എന്താണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് എന്തിൻ്റെ ചേഞ്ചസ് ഇൻ സെക്യൂരിറ്റി മാർക്കറ്റ്. സെക്യൂരിറ്റി മാർക്കറ്റ് അല്ലേ മാറുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിലെ ചേഞ്ചസിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണെന്ത് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ കാര്യമായിട്ട് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ചിട്ടാണ് ഡിസ്കഷൻ നടത്തിയിട്ടുള്ളത്. ഒന്ന് BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മറ്റൊന്ന് NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അല്ലെ, BSEൻ്റെ ഇൻഡെക്സ് നമുക്കറിയാം സെൻസെക്സ് ആണ്, NSEൻ്റെ നിഫ്റ്റിയാണ് എന്നറിയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു BSEയിൽ NSEയിലൊക്കെ ഒരുപാട് കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം BSEയിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 5000-ലധികം കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. NSEയിലോ 2000-ലധികം കമ്പനികളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ BSEൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു എന്താണ് സെൻസെക്സ് എന്നുള്ളതാണ് പറയണത്. ഓക്കെ, BSE ആണ് നമ്മൾ എക്സാമ്പിൾ എടുത്തിട്ടുള്ളത്. അപ്പം 30 BSEയിൽ ഏറ്റവും ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന 30 കമ്പനികളുണ്ടാകും. ആ 30 കമ്പനികളെ തന്നെ തിരഞ്ഞെടുക്കുക എന്ന് വെച്ചാൽ ഒരു ഇൻഡസ്ട്രീൻ്റെ ബേസിൽ, ഓരോ സെക്ടറിൻ്റെ ബേസിൽ ഗ്രൂപ്പുകളാക്കിയിട്ടാണ് തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ അതിൽ IT ഫീൽഡ് ഉണ്ടാവും, ബാങ്കിങ് ഉണ്ടാവും, കെമിക്കൽ ഉണ്ടാവും, മെഡിക്കലൊക്കെ ഉണ്ടാവും. ഓക്കെ, അത്തരത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ടറിൽ ഏറ്റവും കൂടുതലായിട്ട് പെർഫോം ചെയ്യുന്ന 50 കമ്പനികളെ, 50 കമ്പനികളുടെ ആ ഒരു പ്രൈസിൻ്റെ അവറേജ് നോക്കിയിട്ട്, അല്ലെങ്കിൽ പ്രൈസിൻ്റെ അവറേജ് വെയിറ്റ് ആണെന്ത് ഈ ഒരു ഇൻഡെക്സ് എന്നുള്ളത്. അപ്പം BSE സെൻസെക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുണ്ടാവും. ആ കമ്പനികളെ ഓരോ സെക്ടറായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ബാങ്കിങ് സെക്ടർ, സെൻസെക്സ് ബാങ്ക്, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോ ബാങ്ക് സെക്ടർ, മെഡിക്കൽ, IT ഒക്കെ ഉണ്ടാവും. അതിന് അല്ലേ ഓരോന്നിലും കാര്യമായിട്ട് പെർഫോം ചെയ്യുന്ന, ഏറ്റവും ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന 30 കമ്പനികളെ തിരഞ്ഞെടുക്കും. ആ 30 കമ്പനികളുടെ പ്രൈസിൻ്റെ അവറേജ് വെയിറ്റാണ് എന്ത് ആ ഒരു സെൻസെക്സ് എന്നുള്ളത്. ഓക്കെ, സോ അതാണ് സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ഇൻഡെക്സ്. ഓക്കെ, ഏത് BSE ആകട്ടെ NSE ആകട്ടെ അതിൽ ഏറ്റവും കൂടുതലായിട്ട് പെർഫോം ചെയ്യുന്ന BSEൻ്റെ കേസിൽ 30 കമ്പനികളെ, NSEൻ്റെ കേസിൽ 50 കമ്പനികളുടെ ആ ഒരു പ്രൈസിൻ്റെ അവറേജാണ് എന്ത് ഈ ഒരു ഇൻഡെക്സ് എന്നുള്ളത്. ഓക്കെ, കോൺസെപ്റ്റ് ഓക്കെ ആക്കണേ. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റോക്ക് ഇൻഡെക്സ്. എന്താണ് സ്റ്റോക്ക് ഇൻഡെക്സിൻ്റെ ഇമ്പോർട്ടൻസ്? ഇറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ബ്രോഡ് ട്രെൻഡ്. അല്ലേ, എന്താണ് നമുക്ക് ഇപ്പോൾ എന്താണ് എങ്ങനെ ഉണ്ട് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്കോണമീൻ്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എങ്ങനെയാണെന്ന് ഇപ്പോൾ നിങ്ങളോട് ചോദിച്ച്, ഇപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓരോ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിനെ നിങ്ങളിങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടാവും അല്ലേ, അങ്ങനെ കുടുങ്ങൂലേ. 5000 കമ്പനികളെ നമ്മളിങ്ങനെ അനലൈസ് ചെയ്യേണ്ടി വരും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ എന്താണ്, അപ്പോൾ ഈ ഒരു BSE ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന 30 കമ്പനികൾ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ അതിനെ ഒരു പ്രൈസ് അല്ലേ, അതിൻ്റെ പ്രൈസുകളെ നമ്മളൊരു
വെയിറ്റ് ആക്കി വെക്കുകയാണ്. സോ അതാണ് മൊത്തത്തിൽ ആ ഒരു BSEൻ്റെ പെർഫോമൻസ് എന്നുള്ളത്. സോ അങ്ങനെ നമ്മൾ ആ ഒരു സെൻസെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ബ്രോഡ് ട്രെൻഡ് ഇല്ലേ. ഓരോ സെക്യൂരിറ്റീനെ നോക്കുന്നതിനേക്കാളും ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഓവറോൾ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു സ്റ്റോക്ക് ഇൻഡെക്സ് നോക്കുന്നതിലൂടെ സാധ്യമാകുന്നു. അതാണ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ബ്രോഡ് ട്രെൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോ സെക്യൂരിറ്റീസ് നോക്കുന്നതിന് പകരം ആ ഒരു ഇൻഡെക്സ് നോക്കിയാൽ ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഓവറോൾ ഐഡിയ നമുക്ക് കിട്ടുന്നു. ദെൻ സെക്കൻഡ്, യൂസ്ഡ് ആസ് ബെഞ്ച് മാർക്ക് ഫോർ മെഷറിങ് പെർഫോമൻസ് ഓഫ് ഇൻഡെക്സ് പോർട്ട്ഫോളിയോസ്. ഇൻഡെക്സ് ബേസ്ഡ് പോർട്ട്ഫോളിയോസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് എത്രമാത്രം പെർഫോം ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു ഇൻഡെക്സ് നോക്കിയാൽ സാധ്യമാകുന്നു. ദെൻ ഹെൽപ്സ് ഇൻവെസ്റ്റേഴ്സ് അലോക്കേറ്റ് ഫണ്ട്. ഏതിലൊക്കെയാണ് ക്യാഷ് കൃത്യമായിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. നമ്മളടുത്ത് ക്യാഷ് ഉണ്ടാകും, ആ ക്യാഷ് നമ്മൾ എവിടെയൊക്കെയാണ് ഇറക്കേണ്ടത് എന്നുള്ളത്, ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാവുന്നു. ദെൻ യൂസ്ഡ് ഫോർ ഫോർമുലേറ്റിംഗ് ഇൻഡെക്സ് ഫണ്ട് ആൻഡ് ഫ്യൂച്ചേഴ്സ്. ഇൻഡെക്സ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സിനുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഫ്യൂച്ചേഴ്സൊക്കെ ഡെറിവേറ്റീവ്സ് ആണ്. സോ ഡെറിവേറ്റീവ്സിൻ്റെ ട്രേഡിങ്ങിനൊക്കെ നമ്മളെ ഈ ഒരു ഇൻഡെക്സ് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഹെൽപ്സ് പ്രെഡിക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റ് അപ് ടു എ സർട്ടൻ ഡിഗ്രി. എന്താണ്, നമ്മൾ ആ ഇൻഡെക്സ് നോക്കിയിട്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻഡെക്സിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്, അല്ലെങ്കിൽ ആ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് എത്ര വരെ ഉണ്ടാവും എന്നുള്ളത് ഒരു പരിധി വരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം ഈ ഒരു ഇൻഡെക്സ് നോക്കിയിട്ട്. ടെക്നിക്കൽ അനാലിസിസ് അതുപോലെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒക്കെ നമുക്ക് അനലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ഒരു പരിധി വരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ദെൻ റിഫ്ലക്റ്റ് ജനറൽ സ്റ്റാറ്റസ് ഓഫ് ദി എക്കോണമി. എന്താണ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ എക്കോണമി എങ്ങോട്ടോ പോകണം എന്നുള്ളത് നോക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡെക്സ് നോക്കിയാൽ മതി എന്നുള്ളത് അല്ലേ. സോ ആ ഒരു എക്കോണമിൻ്റെ ജനറൽ ഔട്ട്ലുക്ക് ഈ ഒരു ഇൻഡെക്സ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനനുസരിച്ചിട്ടുള്ള മൂവ്മെൻറ്റാണ് നമ്മൾ എക്കോണമിയെ റിഫ്ലക്റ്റ് ചെയ്യുക. എക്കോണമി എങ്ങനെയാണെന്നുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് നോക്കിയാൽ മതി, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. സോ ഇത്ര കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റോക്ക് ഇൻഡെക്സ് എന്നുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. ഒന്ന് NSE, മറ്റൊന്ന് BSE. നമ്മൾ ഡിസ്കസ് നടത്തിയിട്ടുള്ളത് തന്നെയാണ്. സോ എന്താണ് NSE എന്നുള്ളത്? NSE മീൻസ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലേ. ദെൻ ഇത് 1992 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇന്ത്യയിലുള്ള ബിഗ്ഗസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണിത്. ഇതിൻ്റെ ഇൻഡെക്സ് നിഫ്റ്റിയാണ്. ഇത് 50 സ്റ്റോക്കുകളെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നിഫ്റ്റി പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ബാങ്കിങ്, കെമിക്കൽ, IT പോലുള്ള ഡിഫറെൻറ്റ് സെക്ടറുകളിൽ ലീഡിങ് കമ്പനികളെ തിരഞ്ഞെടുത്ത് ആ കമ്പനികളെ പ്രൈസിനെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ വെയിറ്റ് കൊടുത്താൽ കിട്ടുന്ന ആ ഒരു വാല്യൂ ആണെന്ത്, ഇൻഡെക്സ് എന്നുള്ളത്. ശ്രദ്ധിക്കണേ, ഈ ഒരു NSEൻ്റെ ഇൻഡെക്സ് തിരഞ്ഞെടുക്കുകയാണ്. നമ്മൾ ഏറ്റവും പെർഫോം ചെയ്യുന്ന കമ്പനികളെയാണ് തിരഞ്ഞെടുക്കുന്നത്, 50 കമ്പനികളെ. 50 കമ്പനികളെ തന്നെ തിരഞ്ഞെടുക്കുന്നത് ഡിഫറെൻറ്റ് സെക്ടറിൽ നിന്നാണ്. ബാങ്കിങ്, കെമിക്കൽ, IT ഒക്കെ പോലുള്ള ഡിഫറെൻറ്റ് സെക്ടറിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ പ്രൈസിനെ നമ്മൾ വെയിറ്റ് കൊടുക്കുകയാണ്. ആവറേജ് വെയിറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു വെയിറ്റാണ് ഇൻഡെക്സ് എന്നുള്ളത്. സോ ആ വെയിറ്റ് എങ്ങനെ കൊടുക്കൽ? ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ടെക്നിക്സിൻ്റെ ബേസിലാണ്, അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു ഇത് കൊടുക്കുന്നത്, വെയിറ്റ് കൊടുക്കുന്നത്. ദെൻ ദ ഗ്ലോബൽ റാങ്ക് ഓഫ് NSE രാജ്യത്ത് 11ാമത്തെ റാങ്കാണുള്ളത്. അതുപോലെ തന്നെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. ഇന്ത്യയിലുള്ള ആദ്യത്തെ ഇലക്ട്രോണിക് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ ഡെറിവേറ്റീവ്സ് മാർക്കറ്റ് കാര്യങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പം 2000-ലധികം കമ്പനികൾ ഈ ഒരു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, സോ അപ്പോൾ NSEൻ്റെ ഇൻഡെക്സ് പറഞ്ഞാൽ നിഫ്റ്റിയാണ് അല്ലേ. നിഫ്റ്റി എന്താണെന്ന് വെച്ചാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഏറ്റവും ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനികൾ, 50 കമ്പനികളുടെ പ്രൈസിൻ്റെ ആവറേജ്. ഇനി BSE എന്താണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ളത്.
1875 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ ഏഷ്യയിലെ ഏറ്റവും പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ദെൻ സെൻസെക്സ് ആണ് ഇതിൻ്റെ ഇൻഡെക്സ് എന്നുള്ളത്. അപ്പോൾ സെൻസെക്സ് ഇൻഡെക്സ് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന 30 കമ്പനികളുടെ പ്രൈസുകളുടെ ആവറേജാണ്. ഓക്കെ, അതാണ് സെൻസെക്സ് എന്നുള്ളത്. ദെൻ 10ാമതാണ് ഗ്ലോബൽ റാങ്കിങ്ങിലുള്ളത്. കസ്റ്റമേഴ്സിന് സ്പീഡായിട്ടുള്ള ട്രേഡിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഡെറിവേറ്റീവ്സ് മാർക്കറ്റിൽ ഇവർ പുതുതായിട്ടുള്ള ആൾക്കാരാണ്. ഇന്ന് ഇന്ത്യയിൽ 5000 കമ്പനികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ ഓഫ് കൺസ്റ്റിറ്റ്യൂവൻറ്റ് സ്റ്റോക്ക്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, BSEയിൽ 30 സ്റ്റോക്കും NSEയിൽ 50 സ്റ്റോക്കും. ഈ ഒരു 30 സ്റ്റോക്കിന് 50 സ്റ്റോക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ല അതിൻ്റെ അവറേജ് പ്രൈസുകളുടെ അവറേജാണ് നമ്മൾ ആ ഒരു ഇൻഡെക്സ് എന്നുള്ളത് പറഞ്ഞത്. അല്ലാതെ എല്ലാ സ്റ്റോക്കിൻ്റെയും പ്രൈസിൻ്റെ അവറേജ് അല്ല. ഏറ്റവും ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന BSEൻ്റെ കേസിലാണെങ്കിൽ 30 സ്റ്റോക്കും NSൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 50 സ്റ്റോക്കുകളുടെയും അവറേജാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ, സെൻസെക്സ് ആയാലും നിഫ്റ്റി ആയാലും ഉള്ളത്. സോ ഏത് ക്രൈറ്റീരിയ നോക്കിയിട്ടാണ് അത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ? ഇപ്പോൾ സെൻസെക്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആ 30 കമ്പനികൾ ഇഷ്യൂ ചെയ്ത എല്ലാ ഷെയർസിന് ഇൻഡിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സെക്കൻഡ്, ഇൻഡസ്ട്രി റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രി എന്തായിരിക്കണം, ഓരോ ഇൻഡസ്ട്രീനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം BSE ആവട്ടെ NSE ആവട്ടെ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ ഇൻഡസ്ട്രീനെ റെപ്രസെൻറ്റ് ചെയ്യണം. കെമിക്കൽ ആവട്ടെ, ബാങ്ക് ആവട്ടെ, IT ആവട്ടെ, ഓക്കെ, ഓരോ ഇൻഡസ്ട്രീനെ റെപ്രസെൻറ്റ് ചെയ്യണം. ദെൻ ലിസ്റ്റഡ് ഹിസ്റ്ററി ആൻഡ് റാങ്കിങ്. എന്താണ്, ഇപ്പോൾ നമ്മൾ ഇതിൽ ഉൾപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു 30 കമ്പനികളിൽ, BSEൻ്റെ കേസിലാണ് ഈ ഒരു 30 കമ്പനികളിൽ ഉൾപ്പെടണം എന്നുണ്ടെങ്കിൽ 3 മാസം മുമ്പ് ലിസ്റ്റ് ചെയ്ത കമ്പനി ആയിരിക്കണം എന്ന്. അപ്പോൾ ഇന്ന് ഉൾപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു 3 മാസം മുമ്പേ എന്തായിരിക്കണം, ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് ഈ ഒരു സെൻസെക്സിൽ ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ ഫ്ലോട്ടിംഗ് സ്റ്റോക്കാണ്. ഫ്ലോട്ടിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഫ്രീ ഫ്ലോട്ടിംഗ് സ്റ്റോക്ക് ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്, എപ്പോഴും മാർക്കറ്റിൽ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഷെയറാണ്. ഓക്കെ, അതാണ് ഫ്ലോട്ടിംഗ് സ്റ്റോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും മാർക്കറ്റിൽ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഷെയർ ആയിരിക്കണം. അത് പറഞ്ഞാൽ ബിഗ് പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ്റൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഷെയറിനെ ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു ഫ്രീ ഫ്ലോട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലിയ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ്റൊക്കെ ഹെൽഡ് ചെയ്യുന്ന ഷെയറിനെ ഒഴിവാക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഇൻഡെക്സിൻ്റെ ഇതിൽ ഡിസ്കഷൻ നടത്താനുള്ളത്. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇൻഡെക്സ് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആ ഒരു ചേഞ്ചസ് മെഷർ ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററിനെയാണ് നമ്മൾ ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാര്യമായിട്ട് നമുക്ക് ഡിസ്കഷൻ നടത്താനുള്ളത് 2 ഇൻഡെക്സുകളാണ്. ഒന്ന് BSE, മറ്റൊന്ന് സെൻസെക്സ്. BSE പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ടറുകളിലെ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന 30 കമ്പനികളുടെ പ്രൈസുകളുടെ അവറേജാണെന്ത്, ആ ഒരു സെൻസെക്സ് എന്നുള്ളത്. ആ ഒരു 30 കമ്പനികൾ തിരഞ്ഞെടുക്കൽ ഈ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ഒക്കെ ബേസിലാണ്. ഓക്കെ, ദെൻ NSE നിഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 50 കമ്പനികളുടെ പ്രൈസുകളുടെ അവറേജാണ്. ഓക്കെ, അതാണ് നോക്കേണ്ടത്. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കഷൻ നടത്താനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കഷൻ നടത്താം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്, ശ്രദ്ധിക്കുക.